ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, പ്രവാചക ചരിത്രം അതിൻ്റെ സംഗ്രഹമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബദർ യുദ്ധം ഇസ്ലാമിലെ ഒന്നാമത്തേതും വളരെ പ്രസിദ്ധവുമായ ഒരു യുദ്ധം. ന്യൂനപക്ഷം അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ ഭൂരിപക്ഷത്തെ ജയിച്ചടക്കിയ ഒരു സംഭവം. അത് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊന്ന് ഉഹദ് യുദ്ധമാണ്. ഉഹദ് യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു? മുസ്ലിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പുറപ്പെട്ടതാണോ, അതല്ല മുസ്ലിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നിട്ട് ഉണ്ടായതാണോ, എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബദർ യുദ്ധം കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. ആ ബദറിൽ ഖുറൈശികൾ, ശത്രുവിഭാഗം, സത്യനിഷേധികൾ പരാജയപ്പെട്ടു എന്നും നമ്മൾ പറഞ്ഞു. ആ പരാജയം അവർക്ക് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. കനത്ത പരാജയം. ഒരിക്കലും അവർ ഇത് പ്രതീക്ഷിച്ചില്ല. ബദറിൽ തന്നെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും തുടച്ചു നീക്കാം, ഇല്ലായ്മ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ മക്കയിൽ നിന്ന് കടന്നു വന്ന സമൂഹം, അവരുമായിട്ടാണ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും ഏറ്റുമുട്ടേണ്ടി വന്നത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ബദറിൽ വിശ്വാസികൾ വിജയിക്കുകയായിരുന്നു. പരാജയപ്പെട്ട ആ ശത്രുവിഭാഗം, അവർക്ക് ബദറിലേറ്റ പരാജയം അസഹനീയമായി തീർന്നു. മുസ്ലിങ്ങൾക്കെതിരിൽ മക്കയിൽ വിദ്വേഷം ആർത്തിരമ്പി. അവരിലെ നേതാക്കളും നായകന്മാരും അതിൽ വധിക്കപ്പെട്ടിരുന്നുവല്ലോ. പ്രമുഖരായ എല്ലാവരും, മക്കയിലെ നട്ടെല്ലുകൾ എന്ന് പറയാൻ കഴിയുന്ന നേതാക്കന്മാർ എല്ലാം, ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും വധിക്കപ്പെട്ടിരുന്നു. അവരിൽ പ്രതികാര ചിന്ത നുരഞ്ഞു പൊന്തി. ബദറിന് മറുപടിയായി മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. അത്തരമൊരു യുദ്ധത്തിന് അവർ എല്ലാ വിധേനയും കോപ്പുകൂട്ടി. അത് സ്വാഭാവികമാണ്. പരാജയത്തിന് മറുപടി പറയണം എന്ന് അവർ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കൂട്ടുകയും ചെയ്തു. ഹിജ്റയുടെ 3-ാമത്തെ വർഷം മക്കയിലതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഖുറൈശികളും അവരുടെ സഖ്യകക്ഷികളും അടിമകളിലും പെട്ട മുശ്രിക്കുകളിൽ നിന്നുള്ള 3000 പോരാളികൾ സംഘടിച്ചു. അപ്പൊ ഖുറൈശികളിൽപ്പെട്ട, അതുപോലെ സഖ്യകക്ഷികളിൽ നിന്നുള്ള, അതുപോലെ അടിമകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും കൂടി 3000-ഓളം ആളുകൾ സംഘടിച്ചു. 3000 ഒട്ടകവും 200 അശ്വഭടന്മാരും 700 പടയങ്കി ധരിച്ച പോരാളികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വമ്പിച്ച സൈന്യ സന്നാഹമാണ് മക്കയിൽ ഒരുക്കിയിരിക്കുന്നത്. സൈന്യത്തിന്റെ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ആയിരുന്നു. അപ്പോ അബൂ സുഫിയാൻ ബിൻ ഹർബ് സൈന്യ നേതാവ്. ബദറിൽ നമുക്കറിയാം, അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുറപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബദറിൽ പിന്നീട് യുദ്ധമുഖത്തേക്ക് എത്താൻ നിർബന്ധിതനായി എന്നതാണ് ചരിത്രം. അപ്പൊ അബൂ സുഫിയാൻ അന്ന് രക്ഷപ്പെട്ടു. ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് ഉഹദ് പടപ്പുറപ്പാട് ഖുറൈശികൾ നടത്തിയിട്ടുള്ളത്. അശ്വഭടന്മാരുടെ നായകൻ ഖാലിദ് ബിൻ വലീദ്
റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് മുസ്ലിമായി, അദ്ദേഹമായിരുന്നു സഹായിയായി അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ബിൻ അബൂജഹലായിരുന്നു. സൈന്യത്തിന്റെ പതാക വഹിച്ചത് ബനു അബ്ദുദ്ദാർ ഗോത്രമായിരുന്നു. മക്കയുടെ സൈന്യം മദീനയുടെ നേർക്ക് പുറപ്പെട്ടു. അപ്പോ യുദ്ധത്തിന്റെ കാരണക്കാരായിട്ടുള്ളത് മക്കക്കാരാണ്. മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് യുദ്ധം തീരുമാനിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. അപ്പോൾ അവിടെ മക്കയിൽ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. ഖുറൈശി സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒട്ടും താമസിയാതെ അദ്ദേഹം സൈന്യങ്ങളിലെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു കത്ത് പ്രവാചകനിലേക്ക് അയച്ചു. അബ്ബാസിന്റെ ദൂതൻ അതിവേഗം ഈ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി. അവിടുന്ന് ആ സമയത്ത് ഖുബാ മസ്ജിദിലായിരുന്നു. ഖുബാ മസ്ജിദ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുന്ന വഴിക്ക് ഖുബാ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇറങ്ങി താമസിച്ചു. ആ താമസത്തിന്റെ ഇടയ്ക്ക് അവിടെ ഒരു പള്ളി പണിതു, അതാണ് ഖുബാ മസ്ജിദ്. അപ്പൊ ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശം കിട്ടിയ ഉടൻ ആ സന്ദേശം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ച് കേൾപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുത്തും വായനയും അറിയില്ലല്ലോ. അപ്പൊ ശിഷ്യനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ് ആ മക്കയിൽ നിന്നും വന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് പ്രവാചകന് വായിച്ച് കേൾപ്പിക്കുന്നത്. കത്ത് വായിച്ചു കേട്ട ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകി. അവിടുന്ന് ഉടൻ തന്നെ മദീനയിലേക്ക് മടങ്ങി. അൻസ്വാരികളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നുമുള്ള നേതാക്കളെ അടിയന്തരമായി വിളിച്ചു ചേർത്ത് എത്രയും പെട്ടെന്ന് വേണ്ട സന്നാഹങ്ങൾ ഒരുക്കേണ്ടതിൻ്റെയും കാര്യത്തിന്റെ ഗൗരവവും അവരുമായി കൂടിയാലോചിച്ചു. മുസ്ലിങ്ങൾ എന്നുള്ളൊരു സംഘം ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ തുടങ്ങി. മക്കയിലെ ശത്രു സൈന്യം മദീനയുടെ അടുത്തെത്തി. ഉഹദ് മലയുടെ ഭാഗത്ത് അവർ തമ്പടിച്ചു. പ്രതിരോധത്തിനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ തയ്യാറാക്കുന്നതിനായി സൈനിക ചർച്ച നടത്തി. ശത്രുക്കൾ ഇതാ മദീനയിലേക്ക് എത്തിയിരിക്കുന്നു, അവർ ഉഹദിൽ തമ്പടിച്ചിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, ഏത് നിലക്ക് അവരെ പ്രതിരോധിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ആയിരിക്കണം അവരുമായുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആളുകളുമായി കൂടിയാലോചിച്ചു. അഭിപ്രായങ്ങൾ പലതും പൊന്തി വന്നു. മദീനയിൽ നിന്ന് അവരെ പ്രതിരോധിക്കാമെന്ന അഭിപ്രായം ഉണ്ട്. അവർ മദീനയുടെ അകത്തേക്ക് വരട്ടെ, എന്നിട്ട് നമ്മൾ തടുത്താൽ മതി എന്നൊരു അഭിപ്രായമുണ്ടായി. അതല്ല, മദീനയുടെ പുറത്തുപോയി അവരെ തടുക്കണം, അവരെങ്ങോട്ട് മദീനയുടെ നമ്മുടെ നാട്ടിലേക്ക് കടത്തരുത്, അതിനു മുമ്പ് തന്നെ അവരെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം വന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവസാനമായി മദീനക്ക് പുറത്തു വെച്ച് അവരുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യുവാക്കളാണ്, അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മുസ്ലിം സൈന്യം മദീന അതിൻ്റെ പുറത്തേക്ക് ചെല്ലുക, എന്നിട്ട് അവരുമായി ഏറ്റുമുട്ടുക, അല്ലെങ്കിൽ അവരെ തടയുക, അവരുടെ വിഷയത്തിൽ പ്രതിരോധം ഏർപ്പെടുത്തുക എന്ന് തീരുമാനിച്ചു. അവർ ജുമാ നമസ്കരിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ. വെള്ളിയാഴ്ചയാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ജുമാ നമസ്കാരം നബിയും സഹാബത്തും നിർവഹിച്ചു. അതിൻ്റെ ശേഷം പ്രവാചകൻ അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി. പരിശ്രമത്തിനും ത്യാഗത്തിനുമായി അവർ ആഹ്വാനം ചെയ്തു. യുദ്ധം നിസ്സാര കളിയല്ലല്ലോ. അതുകൊണ്ട് പരിശ്രമത്തിനും ത്യാഗത്തിനുമായി അവർ ആഹ്വാനം ചെയ്തു. ക്ഷമിച്ചാൽ നമുക്ക് വിജയം ലഭിക്കുമെന്ന് അവിടെ നിന്ന് അവരെ അറിയിച്ചു.
ശത്രുവിന്റെ നേരെ പുറപ്പെടാൻ അവിടുന്ന് കൽപ്പിച്ചു. ഇനി കാര്യങ്ങളൊക്കെ അള്ളാഹുൽ ബലമേൽപ്പിക്കുക, മുന്നോട്ട് പോവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒപ്പമുള്ള സൈന്യം എത്രയാണ്? അവരുടെ അംഗബലം എത്രയാണ്? അവരുടെ അംഗബലം 1000 പടയാളികളാണ്. മറ്റവരാകട്ടെ 3000-ആണ്. ഇവർ 1000-ആണ്. അപ്പൊ 1000 പടയാളികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. ശത്രുസൈന്യം ഉഹദിൽ തമ്പടിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടാൻ എല്ലാവിധ സന്നാഹങ്ങളും സജ്ജമാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. യുദ്ധം അനിവാര്യമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പുറത്തേക്ക് പോകുന്നു. ആ ഉഹദിലേക്ക് അവിടെ നേർക്ക് പോകുന്നു. ഏതായിരുന്നാലും 1000 ആളുകളെയും കൂട്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിട്ടുള്ളത്. വഴിമധ്യേ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന കപടന്മാരുടെ നേതാവ്, മുനാഫിക്കുകളുടെ, കപട വിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മനുഷ്യൻ പ്രശ്നമുണ്ടാക്കുന്നു. സൈന്യത്തിന്റെ 1/3 വരുന്ന 300 ആളുകളെയും കൊണ്ട് അയാൾ പിരിഞ്ഞു പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചില്ല എന്നതാണ് അവർ പറഞ്ഞത്. മദീന വിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു, അവരൊക്കെ മദീനയുടെ ഉള്ളിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ ആളുകളാണ്. അങ്ങനെ ആ സൈന്യത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കി 1000 ആളുകളിൽ നിന്ന് തൻ്റെ അനുയായികളെ താൻ പറഞ്ഞാൽ കേൾക്കുന്ന, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന 300 ആളുകളെയും കൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ മടങ്ങി. അയാൾ മദീനയിൽ മുനാഫിക്കുകളുടെ നേതാവാണ്, കപടവിശ്വാസികളുടെ നേതാവാണ്. പ്രവാചകനും മുസ്ലിങ്ങൾക്കും അപകടമുണ്ടാകണമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും കരുതുന്നതും അവർ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ബാക്കിയുള്ള പോരാളികൾ, പിന്നെ ബാക്കി എത്രയുണ്ട്? 1000-300 പോകുമ്പോൾ 700 ആണല്ലോ. ആ പോരാളികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടർന്നു. പ്രവാചകൻ മറ്റൊന്നിനും നിന്നില്ല, ബാക്കിയുള്ളവരുമായി മുന്നോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച കാൽ അവിടുന്ന് പിന്നോട്ട് വെക്കാറില്ല. ഉഹദ് മലഞ്ചെരുവിൽ അവരിറങ്ങി. ഉഹദ് മലയെ അവരുടെ പുറകിലാക്കി മദീനയുടെ നേരെയുള്ള ഭാഗത്ത് തമ്പടിച്ചു. അപ്പൊ ഉഹദ് ബാക്ക് സൈഡിലാണ്, മദീനയുടെ നേരെയുള്ള ഭാഗത്ത് തമ്പടിച്ചു. അവരിൽ നിന്ന് 50 വില്ലാളി വീരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു. അവരുടെ നേതൃത്വം അൻസാരിയായ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഏൽപ്പിച്ചു. 50 വില്ലാളി വീരന്മാർ. അമ്പെയ്ത്തിൽ പ്രാവീണ്യം നേടിയ 50 ആളുകളെ ഈ 700 ആളുകളും തിരഞ്ഞെടുത്തിട്ട് ആ 50 ആളുകളുടെ നേതൃത്വം അൻസാരിയായ മദീന നിവാസിയായ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. വാദി ഖനാത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ നിലയുറപ്പിക്കാൻ അവിടുന്ന് സന്ദേശം നൽകി. ഈ മല ജബൽ റുമാത്ത് എന്ന് അറിയപ്പെട്ടു. അപ്പോ അവിടെ ഒരു വാദിയുണ്ട്, ഒരു താഴ്വര ഉഹദ് മലയുടെ മുമ്പിലായി. അപ്പൊ ആ വാദി ഖനാത്തിന്റെ ഭാഗത്തുള്ള, അതിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൽ, മലമുകളിൽ ഈ അമ്പെയ്ത്തുകാരോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ചരിത്രത്തിൽ പിന്നീട് ആ മല ജബൽ റുമാത്ത്, അമ്പെയ്ത്തുകാർ നിന്ന പർവ്വതം എന്ന നിലക്ക് ആ പേര് വന്നു. അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ ആ വില്ലാളി സംഘത്തോട് അവിടെ ഇപ്രകാരം നിർദ്ദേശം നൽകി: പിന്നിലൂടെ വരുന്ന ശത്രുവിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കുക. ആ കുന്നിന്റെ പുറകിലൂടെ ശത്രുക്കൾക്ക് വരാം. അങ്ങനെ ആ പുറകിലൂടെ അവർ വന്നാൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ പിന്നിലൂടെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മുന്നിലും പിന്നിലും ശത്രുക്കളായി മാറിയാൽ നടുക്ക് മുസ്ലിങ്ങൾ പെട്ടുപോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ മുസ്ലിം സൈന്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി
ഈ മലമുകളിൽ നിർത്തിയിരിക്കുന്ന അമ്പെയ്ത്തുകാരോട് പറഞ്ഞത്, പിന്നിലൂടെ വരുന്ന ആളുകളെ കരുതണം. അങ്ങനെ പിന്നിലൂടെ വരുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾ വധിക്കപ്പെടുകയാണ് എന്ന് കണ്ടാലും എന്റെ നിർദ്ദേശം ലഭിക്കാതെ നിങ്ങൾ അവിടം വിട്ടിറങ്ങി ഞങ്ങളെ സഹായിക്കാൻ വരരുത്. എന്ത് സംഭവിച്ചു, യുദ്ധക്കളത്തിൽ എന്തും സംഭവിക്കട്ടെ, ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് നിങ്ങൾ കാണുന്നു മേലെന്ന്, എന്നാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് നേതാവിന്റെ അനുവാദം കിട്ടാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധം എന്നിട്ട് പറഞ്ഞു, യുദ്ധാർജിത മുതലുകൾ വാരിക്കൂട്ടുന്നത് കണ്ടാലും, അതാ യുദ്ധം ജയിച്ചു, ശത്രുക്കൾ പരാജയപ്പെട്ടു, മുസ്ലിങ്ങൾ വിജയിച്ചു, ശത്രുക്കൾ ഒഴിവാക്കി പോയിരിക്കുന്ന യുദ്ധാർജിത മുതലുകൾ അത് വാരിക്കൂട്ടുന്നത് കണ്ടാലും നിങ്ങൾ എന്നെ നിർദ്ദേശം ലഭിക്കാതെ ഞങ്ങളെ സഹായിക്കാൻ വരരുത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അത് വളരെ കൃത്യമായ ഒരു തീരുമാനമായിരുന്നു. ആ മലമുകൾ തിരഞ്ഞെടുത്തതും അവിടെ അമ്പെയ്ത്തുകാരെ നിർത്തിയതും അവർക്കാവശ്യമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും കൊടുത്തതും ഒരു സൈനിക നായകന്റെ കൃത്യമായ പ്രാവീണ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 50 ആളുകൾ മലമുകളിൽ നിന്നു. 700 ആളുകളിൽ ബാക്കി 650 ആളുകൾ. ആ 650 ആളുകളെയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൃത്യമായി അണിനിരത്തി ശത്രുക്കളുടെ നേരെ. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപം കൊടുത്ത ആ പദ്ധതി വളരെ ബുദ്ധിപൂർവവും കൃത്യവുമായിരുന്നു. അതിൽ പ്രവാചകനിലുള്ള സൈന്യാധിപന്റെ കഴിവ് ജാജ്വല്യമാനമായിരുന്നു. എന്നിട്ട് ഈ 650 ആളുകളുടെ മുസ്ലിം സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള പതാകവാഹകൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ യുദ്ധം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ശത്രുഭാഗം സജ്ജമായി കഴിഞ്ഞു, മുസ്ലിങ്ങളും സജ്ജമായിരിക്കുന്നു. ആ മലയുടെ മുകളിൽ 50 ആളുകളെ നിർത്തിയിരിക്കുന്നു. 50 പ്രസിദ്ധരായ വില്ലാളി വീരന്മാർ, ഈ കൂട്ടത്തിൽപ്പെട്ട പ്രാവീണ്യം നേടിയ അമ്പെയ്ത്തുകാർ. അവർക്ക് ഈ സൈന്യത്തെ സഹായിക്കാനുണ്ട്. ആ മലയുടെ പുറകിലൂടെ കടന്നു വന്ന് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളെ തടുക്കുക, അവരെ അമ്പെയ്ത് വീഴ്ത്തുക. ഇവർ മലമുകളിൽ നിൽക്കുന്ന ആളുകളെ കണ്ടാൽ ആ ഭാഗത്തുകൂടെ അവർ വരില്ല, അത് ഉറപ്പാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ബുദ്ധിമോശം കാണിച്ചാൽ അവരെ കൈകാര്യം ചെയ്യുക, അതായത് യുദ്ധമാണ്. അങ്ങനെയാണ് വളരെ തന്ത്രപ്രധാനമായ പോയിന്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വരെ നിർത്തിയത്. പിന്നെ ബാക്കി 650 ആളുകളാണ്. ഈ 650 ആളുകളെ അണിനിരത്തി സജ്ജമാക്കി അവരുടെ നേതൃത്വം പതാക മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് നൽകി. അദ്ദേഹമാണല്ലോ മദീനയിലേക്ക് ആദ്യമായി ഇസ്ലാമിന്റെ അംബാസഡറായി മക്കയിൽ നിന്ന് ദഅവത്ത് മതപ്രബോധനാർത്ഥം, ഇസ്ലാം മത പ്രചരണാർത്ഥം കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ആദ്യത്തെ പ്രബോധകൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ അംബാസഡർ എന്ന് അറിയപ്പെട്ടു. അതെ, ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് പതാക നൽകി യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു. അടുത്ത യുദ്ധമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ യുദ്ധത്തെക്കുറിച്ച് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.